മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിൻ്റെ മരണത്തോടുകൂടി മറാഠ രാഷ്ട്രീയം കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരും കരുതിയിരുന്നത് അജിത് പവാറിൻ്റെ NCP അതിൻ്റെ മാതൃ സംഘടന, അതായത് NCPക്ക് രൂപം കൊടുത്ത ശരത് പവാറിൻ്റെ ഇപ്പോഴത്തെ NCPയുമായിട്ട് ലയിക്കും. അങ്ങനെ ഈ അജിത് പവാറിൻ്റെ ഒപ്പമുണ്ടായിരുന്ന 41 MLAമാരും ശരത് പവാറിനോടൊപ്പം ചേർന്ന് പഴയതുപോലെ ആ NCP ഒന്നാകും, അവർ ഇന്ത്യ മുന്നണിയിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഈ 41 MLAമാരും ഇപ്പുറത്ത്, അതായത് NDA സഖ്യകക്ഷിയായിട്ട് തന്നെ ഉറച്ചു നിൽക്കും എന്നാണ് അറിയുന്നത്. മാത്രമല്ല NCP ഇന്ന് ഔദ്യോഗികമായി NCPയുടെ ചിഹ്നവും പാർട്ടിയുടെ നിയന്ത്രണവും ഒക്കെ അജിത് പവാർ വിഭാഗത്തിനാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയെ കോടതിയും ശരിവെച്ചു. അതിനെ തുടർന്ന് NCPക്ക് ജന്മം കൊടുത്ത നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ജനയിതാവായ ശ്രീ ശരത് പവാറും അദ്ദേഹത്തിൻ്റെ മകൾ സുപ്രിയ സുലെയുമൊക്കെ വലിയ പ്രതിസന്ധിയിലായിപ്പോയി. അവരുടെ ഒപ്പം 8 MPമാരുണ്ട്. മാത്രമല്ല അജിത് പവാറിനൊപ്പം ഒരു MPയെ ഉണ്ടായിരുന്നുള്ളൂ. MLAമാരുടെ എണ്ണം കൂടുതലായിരുന്നെങ്കിലും MPമാർ എണ്ണം കൂടുതൽ ശരത് പവാറിനൊപ്പമാണ്, സുപ്രിയ സുലെയ്ക്കൊപ്പമാണ്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ അജിത് പവാറിൻ്റെ മരണം നടന്നതിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ പവാർ കുടുംബം ഒരുമിക്കാൻ നേരത്തെ ചർച്ചകൾ നടത്തി അതിൻ പ്രകാരം തീരുമാനമെടുത്തു എന്നുള്ളതാണ്. ആ തീരുമാനം പക്ഷേ അജിത് പവാറും കൂട്ടരും മടങ്ങി ശരത് പവാറിൻ്റെ അടുത്തേക്ക് പോവുകയല്ല, മറിച്ച് ശരത് പവാറും മകൾ സുപ്രിയ സുലെയും 8 MPമാരും നേരെ അജിത് പവാറിൻ്റെ കൂടാരത്തിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു ആ ചർച്ചകളുടെ ഒടുവിലത്തെ തീരുമാനം. അതിൻ പ്രകാരം ഇപ്പോഴിതാ ഫെബ്രുവരി 8-ാം തീയതി ലയനം നടത്താനാണ് അവർ ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് അജിത് പവാറിൻ്റെ ദാരുണമായ മരണം സംഭവിച്ചു. എന്തായാലും ആ ലയന തീരുമാനത്തിന് അവർ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ശരത് പവാറും മകൾ സുപ്രിയ സുലെയും അതുപോലെ 8 MPമാരും നേരെ അജിത് പവാർ പക്ഷത്തേക്ക് വരികയും അവർ NDAയുടെ ഭാഗമാകുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സുപ്രിയ സുലെ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായി തീരും എന്നും പറഞ്ഞു കേൾക്കുന്നു. മാത്രമല്ല അജിത് പവാറിൻ്റെ വിധവ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ആലോചനയുണ്ട്. ഇത് സംബന്ധിച്ച് ദേവേന്ദ്ര ഫട്നാവിസുമായിട്ട് NCP നേതാവ് പ്രഫുൽ പട്ടേൽ സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രഫുൽ പട്ടേലുമായിട്ട് ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസ് വളരെ ഊഷ്മളമായി സുനേത്ര പവാറിനെ തൻ്റെ മന്ത്രിസഭയിലേക്ക് ഉപമുഖ്യമന്ത്രിയായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന വിവരമാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സുനേത്ര പവാർ ഒരു പക്ഷേ അതിന് തയ്യാറായില്ല, താൻ ഉപമുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് പ്രഫുൽ പട്ടേലിനെ നിയോഗിക്കും എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ സത്യത്തിൽ NCP ഒന്ന് ചേർന്ന് പൂർവാധികം ശക്തിയായി ഒരുമിച്ച് നേരത്തെ അജിത് പവാർ മരിക്കുന്നതിന് മുമ്പ് നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശരത് പവാർ പതുക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും അദ്ദേഹത്തിന് ഒരുപാട് അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുകയും പകരം അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCP, ബാരാമതിയിൽ അജിത് പവാറിൻ്റെ ശക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അത് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ അജിത് പവാറിനൊപ്പം ചേർന്നുകൊണ്ട് ഈ പവാർ കുടുംബത്തിൻ്റെ പരിപൂർണമായ ആ രാഷ്ട്രീയ നിയന്ത്രണം അജിത് പവാറിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് NCP വീണ്ടും ഒന്നാകുമായിരുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് വിധിയുടെ ക്രൂരമായ വിളയാട്ടമുണ്ടായത്. ശ്രീ അജിത് പവാർ ഒരു വിമാനാപകടത്തിൽപ്പെട്ട് ദാരുണമായി മരിച്ചു. എന്നാൽ
ഈ ലയന ചർച്ചകൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല, അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. അതുകൊണ്ടാണ് സുപ്രിയ സുലെ അടക്കം അവരോടൊപ്പമുള്ള 8 MP-മാർ അജിത് പവാറിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് NDAയിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നത്. സുപ്രിയ സുലെ താമസം വിന കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായി തീരും. അവർക്ക് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കുമെന്നാണ് സൂചന. ഇതോടുകൂടി കഷ്ടത്തിലാകുന്നത് ഇന്ത്യ മുന്നണിയാണ്. ഈ ഇന്ത്യ മുന്നണിക്ക് ജന്മം കൊടുത്തത് തന്നെ ശരത് പവാറാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി അതിനു മുമ്പുണ്ടായിരുന്നത് UPA സഖ്യമാണ്. പക്ഷെ ആ UPA സഖ്യത്തിന് അപ്പുറത്തേക്ക് പോയി അത് ഒന്ന് ഉടച്ചു വാർത്ത് വേറെയും ചില രാഷ്ട്രീയ കക്ഷികളെ കൂടെ ചേർത്തുകൊണ്ട് ഒരു പുതിയ മുന്നണിയായിട്ട് രൂപാന്തരപ്പെടണം എന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പല പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ആഗ്രഹിച്ചിരുന്നു. അതിൻ പ്രകാരം അവർ മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായിട്ട് ചർച്ച നടത്താൻ നിയോഗിച്ചത് ശ്രീ ശരത് പവാറിനെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് അത്ര വലുതാണ്. മാത്രമല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ മുതിർന്ന ഒരു നേതാവ് കൂടിയാണ് ശരത് പവാർ. അതുകൊണ്ട് തന്നെ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ അത്തരം ചർച്ചകൾ നടന്നാൽ കൂടുതൽ കക്ഷികൾ ഇന്ത്യ സഖ്യത്തിലേക്ക് വരും. INDIA എന്ന ആ ഒരു സഖ്യത്തിലേക്ക്, അലയൻസിലേക്ക് വരും എന്നായിരുന്നു സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കണക്കുകൂട്ടൽ. കാര്യങ്ങൾ അതിൻപടി തന്നെ നടന്നു. ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടു. ആ സഖ്യത്തിൽ പലരും പുതുതായിട്ട് രംഗപ്രവേശം ചെയ്തു. എന്തിന് ആം ആദ്മി പാർട്ടിയെ പോലും ഒരു പരിധി വരെ ഇന്ത്യ സഖ്യവുമായിട്ട് അടുപ്പിച്ചു നിർത്താൻ ശരത് പവാറിന് കഴിഞ്ഞു. ആ ശരത് പവാറും മകൾ സുപ്രിയ സുലെയുമാണ് ഇപ്പോഴിതാ ഈ ഇന്ത്യ സഖ്യം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ തണൽ ഉപേക്ഷിച്ച് നേരെ NDAയിലേക്ക് അജിത് പവാറിനോടൊപ്പം ചേർന്നുകൊണ്ട് NDA സഖ്യത്തിലേക്ക്, അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്, തീരുമാനമെടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് 2 പേർക്കാണ് വലിയ തിരിച്ചടി നൽകുന്നത്. ഒന്ന് ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യ സഖ്യത്തിന്. ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാവായ ശരത് പവാർ കളം വിടുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിനുണ്ടാക്കുന്ന പരുക്ക് ചെറുതായിരിക്കില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല നാടകങ്ങൾക്കും സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് ശ്രീ ശരത് പവാർ. പല കൂറുമാറ്റങ്ങൾക്കും അതുപോലെ തന്നെ മുന്നണി രൂപീകരണങ്ങൾക്കും ഒക്കെ അദ്ദേഹം കാരണമായിട്ടുണ്ട്. അങ്ങനെയുള്ള ശരത് പവാറാണ് മുന്നണി വിട്ട് എതിർ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ശത്രുവിൻ്റെ കൂടാരത്തിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് അത് വലിയ പരുക്കുണ്ടാക്കും. രാഹുലിനും പ്രിയങ്കയ്ക്കും സോണിയയ്ക്കും ആ നെഹ്റു പരിവാറിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും എന്ന് വ്യക്തമാണ്. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമുക്കത് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കൂട്ടർ ഇതിലൂടെ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ശിവസേനയാണ്. പ്രത്യേകിച്ചും ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ NCP ലയനം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി പദം മോഹിച്ച് NDA ക്യാമ്പ് വിട്ടപ്പോൾ ആ ഉദ്ധവ് താക്കറേക്ക് താങ്ങും തണലുമായത് ശരത് പവാറാണ്. ശരത് പവാറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് കോൺഗ്രസ് അവിടെ ഉദ്ധവ് താക്കറെയെ പിന്തുണയ്ക്കാൻ തയ്യാറായത്. അങ്ങനെയാണ് ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന ആ ഒരു സഖ്യം അവിടെ മഹാരാഷ്ട്രയിൽ രൂപീകരിക്കപ്പെട്ടത്. അതോടുകൂടി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം NDA വിട്ട് ഇന്ത്യ മുന്നണിയിലെത്തി. പക്ഷേ അതുകൊണ്ടൊന്നും കഥ തീർന്നില്ല. അവർക്ക് തുടരെ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയത്. ഈ തിരിച്ചടിയിൽ നിന്നാണ് ശരത് പവാർ വിഭാഗം പോലും ഒരു പാഠം പഠിക്കുകയും ഇനി ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്നത് തങ്ങൾക്ക് നല്ലതല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തത്. ആ മുങ്ങുന്ന കപ്പൽ വിടണം എന്നവർ തീരുമാനിച്ചത് അങ്ങനെയാണ് ആ ശിവസേന വിട്ട NDA സഖ്യത്തിൽ ഒരു
സ്പേസ് തങ്ങൾക്കുണ്ട്, ഇടം തങ്ങൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരത് പവാറും മകളും 8 MP-മാരും നേരെ NDA സഖ്യത്തിലേക്ക് ചേക്കേറാൻ തീരുമാനമെടുത്തത്. ഇനിയിപ്പോൾ ശിവസേന അവിടെ ഏകനാഥ് ഷിൻഡെയുടെ കയ്യിലായി. ആ വിഭാഗത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം. അദ്ദേഹമാകട്ടെ NDA ക്യാമ്പിലാണ്. അവിടെയും ഈ ശരത് പവാറിൻ്റെ കൂടി സാന്നിധ്യം ഇപ്പുറത്തുണ്ടാകുന്നതോടുകൂടി, അതായത് 41 MLA-മാരുള്ള അജിത് പവാർ വിഭാഗവും 8 MP-മാരുമായിട്ട് വരുന്ന സുപ്രിയ സുലെ വിഭാഗവും കൂടി ചേർന്ന് NCPയുടെ കരുത്ത് വർദ്ധിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ന് NDA മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന ശിവസേന ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിനും അതൊരു വെല്ലുവിളി തന്നെയാണ്. പഴയതുപോലെ വിലപേശാൻ കഴിയില്ല. കാരണം ഇപ്പുറത്ത് BJPക്ക് സുഹൃത്തായി, കൂട്ടായി അജിത് പവാർ വിഭാഗം NCP കൂടുതൽ കരുത്തോടുകൂടി പവാർ കുടുംബം ഒന്നായി ഒപ്പം ചേരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിവസേന എന്ന പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ അവരുടെ ഭാവി ഇനി എന്തായിത്തീരും എന്ന് കൂടുതൽ കൂലങ്കഷമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ ശത്രു നാളത്തെ മിത്രം, ഇന്നത്തെ മിത്രം നാളത്തെ ശത്രു. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. എതിരാളികളും നിലപാടുകളും മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ആപ്തന്മാർ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, ആപ്തന്മാർ ഒക്കെ പറഞ്ഞു വച്ചിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയിൽ സംഭവിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അവിടെ അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും തമ്മിൽ ലയിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മറാഠ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഈ പറഞ്ഞതുപോലെ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകുമോ, അതോ അവർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാതെ കുടുംബിനിയായി തൻ്റെ കുടുംബവും നോക്കി ഒതുങ്ങിക്കഴിയുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രഫുൽ പട്ടേലിനായിരിക്കും ഉപമുഖ്യമന്ത്രി പദവി കിട്ടാൻ പോകുന്നത്. എന്തായാലും ശരത് പവാർ കാറ്ററിഞ്ഞ് തൂറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുന്നത് നേരെ ചൊവ്വേ ഉള്ള രാഷ്ട്രീയത്തിന് പറ്റിയതല്ല. അത് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും NDA മുന്നണിയിലേക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു വരികയാണ് എന്ന് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.